വിളയൂരിലെ CPM-നെ സ്നേഹിക്കുന്ന യഥാർത്ഥ സഖാക്കൾ കൂടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തതിന്റെ ഫലമായിട്ട് കിട്ടിയിട്ടുള്ള വിജയമാണ്. എന്തിനാണ് വിളയൂരിലെ സഖാക്കൾ നമുക്ക് വോട്ട് ചെയ്തത്? എന്തിനാണ് വിളയൂരിലെ നല്ല സഖാക്കൾ നമുക്ക് വോട്ട് ചെയ്തത്? അത് മറ്റൊന്നിനും വേണ്ടിയല്ല. തങ്ങൾ മരിച്ചു പോകുമ്പോൾ തങ്ങളുടെ മൃതദേഹത്തിന് മുകളിലൂടെ ചെങ്കൊടി പുതയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ നാട്ടിലെ നല്ല സഖാക്കൾ ഉണ്ടല്ലോ, മരിച്ച് ചിതയിലേക്ക് എടുക്കുന്നതിന് മുൻപ്, മരിച്ച് പള്ളിത്തൊടിയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഇൻകുലാബ് കേട്ട് ചെങ്കൊടി പുതച്ചുകൊണ്ട് തന്റെ മൃതദേഹം കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ നാട്ടിലെ നല്ല സഖാക്കൾ ഉണ്ടല്ലോ, അവര് മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് വരിവരിയായി കടന്നു എന്ന് വോട്ട് ചെയ്തത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയിട്ടാ. എന്തിനു വേണ്ടിയിട്ടാ അവരാ വോട്ട് ചെയ്തത്? അവർക്ക് ആഗ്രഹമുണ്ട്, മരിച്ചു പോകുമ്പോഴും ഞങ്ങളുടെ പാർട്ടി ഇവിടെ ബാക്കി ഉണ്ടാകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ മരിച്ചു പോകുന്ന കാലത്ത് CPM ഇവിടെ ബാക്കി ഉണ്ടാകണമെന്ന ആഗ്രഹമുള്ള മുഴുവൻ ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് ഐക്യ ജനാധിപത്യ മുന്നണിക്കാ. എന്തിനു വേണ്ടിയിട്ടാ? കാരണം ഇനിയും പിണറായി വിജയന്റെ ഭരണം ഇതുപോലെ തുടർന്നു പോയാൽ, ഇനിയും CPM-ന്റെ നേതാക്കന്മാർ ഇതുപോലെ അഹങ്കാരികളായിട്ട് മുന്നോട്ട് പോയാൽ, ഞങ്ങൾ മരിക്കുന്നത് വരെ ഈ പാർട്ടി ബാക്കി ഉണ്ടാവില്ല എന്ന് വിളയൂരിലെ അടക്കമുള്ള സഖാക്കൾ തിരിച്ചറിഞ്ഞതിന്റെ ഫലം കൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വിജയം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ഞങ്ങളുടേത് മാത്രമല്ല, നിങ്ങളുടേത് കൂടിയിട്ടാണ്. ഞാൻ നിങ്ങളുടെ ക്രെഡിറ്റ് കൂടിയിട്ടാണ്. ഇത് CPM-ന്റെ നേതൃത്വത്തിന് തിരുത്താൻ വേണ്ടി, CPM-ന്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് തിരുത്താൻ വേണ്ടി അവരുടെ തന്നെ സഖാക്കൾ കൊടുത്ത ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൂടിയാണ് ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം എന്നാണ് ഞാൻ കരുതുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, അമിത ആത്മവിശ്വാസമാണ് ഞങ്ങളുടെ പരാജയത്തിന് കാരണം. അമിത ആത്മവിശ്വാസം. പ്രിയപ്പെട്ട ഗോവിന്ദൻ മാസ്റ്റർ, അമിതമായിട്ടുള്ള ആത്മവിശ്വാസമല്ല, മറിച്ച് അതിരുകടന്ന അഹങ്കാരമാണ് നിങ്ങളുടെ പരാജയത്തിന് കാരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിരുകടന്ന അഹങ്കാരം. എന്ത് തന്നെ ചെയ്താലും, എന്ത് ധിക്കാരം ചെയ്താലും, എന്ത് ധാർഷ്ട്യം ചെയ്താലും, എന്ത് അഴിമതി ചെയ്താലും, എന്ത് സ്വജനപക്ഷപാതം ചെയ്താലും, RSS-ന്റെയും BJP-യുടെയും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും മുൻപിൽ പോയി കേരളത്തെ പണയം വെച്ചാലും ചോദിക്കാൻ ആരുമില്ല എന്ന അമിതമായ അഹങ്കാരത്തിന് കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള തിരിച്ചടിയാണ്. കേരളത്തിലെ മനുഷ്യസ്നേഹികൾ, മതേതര വിശ്വാസികൾ നൽകിയ തിരിച്ചടിയാണ് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. ആ അമിതമായിട്ടുള്ള അഹങ്കാരം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സമയമായി. നേരത്തെ പറഞ്ഞല്ലോ, 1/2 കിലോ ഇറച്ചിയുടെ കാര്യം പറഞ്ഞല്ലോ. അഹങ്കാരമല്ലേ അത്? ധാർഷ്ട്യമല്ലേ അത്? പട്ടാമ്പിയിലെ റോഡ് പണി നടക്കുമ്പോൾ അതിൽ അഴിമതി ഉണ്ടെങ്കിൽ അവിടെ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷത്തുള്ള ആളുകൾക്ക് അവകാശമില്ലേ? ജനാധിപത്യപരമായിട്ടുള്ള അവകാശമില്ലേ? അങ്ങനെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ UDF-ന്റെ പ്രവർത്തകരുടെ ദേഹത്ത് 1/2 കിലോ ഇറച്ചി അങ്ങ് കുറച്ചു കളയുമെന്ന് പറയാൻ പട്ടാമ്പിയിലെ ഏരിയ സെക്രട്ടറി എന്താ കൊടിസുനിയുടെ അമ്മായിയുടെ മോനാണ്. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി അല്ലേ? നമ്മുടെ ഇവിടെ ഇരിക്കുന്ന അഹമ്മദ് കുഞ്ഞി സാഹിബ് മൂപ്പര് നിങ്ങൾ പഠിച്ച സ്കൂളിൽ ഹെഡ് മാസ്റ്റർ നിങ്ങൾ ഓർക്കണം അല്ലേ? നിങ്ങൾ പഠിച്ച സ്കൂളിലത്തെ ഹെഡ് മാസ്റ്റർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ കരുതിയത്? പഴയതുപോലെ നിങ്ങളങ്ങ് ഭീഷണിപ്പെടുത്തുമ്പോ, നിങ്ങളങ്ങ് ഭയപ്പെടുത്തുമ്പോ, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പൊതുപ്രവർത്തനം നടത്തി നിർത്തി വീട്ടിൽ പോകുമെന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടോ? അങ്ങനെ നിങ്ങളെ ഭീഷണിപ്പെടുത്തുമ്പോ, നിങ്ങൾ കൊല്ലുമെന്ന് പറയുമ്പോൾ, നിങ്ങൾ വെട്ടുമെന്ന് പറയുമ്പോൾ, പൊതുപ്രവർത്തനം നിർത്തി വീട്ടിൽ പോകാൻ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം പിണറായി വിജയന്റെ കുടുംബത്തിന് ഇവിടുത്തെ 3.5 കോടി മലയാളികൾ തീരെഴുതി കൊടുത്തിട്ടില്ല എന്ന ബോധ്യമാണ്. ഇതൊരു ജനാധിപത്യ രാജ്യ. ഈ ജനാധിപത്യ രാജ്യത്ത് പൊതുപ്രവർത്തനം നടത്താൻ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ ഭരണഘടന നൽകിയിട്ടുള്ള അവകാശമാണ്. ആ ഭരണഘടന നൽകിയിട്ടുള്ള അവകാശം CPM-ന്റെ പട്ടാമ്പിയിലെ ഏരിയ സെക്രട്ടറിക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
നിങ്ങളുടേതുപോലെ ആ രീതിയിലേക്ക് കടന്ന് വെല്ലുവിളിച്ച് പ്രസംഗിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഏതാണ്ട് അതുപോലെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ ആയിരുന്നു ഞാനും എന്ന് ആലോചിച്ചാൽ മതി. അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ UDF-ന്റെ പ്രവർത്തകർ നേർക്ക് ഏതെങ്കിലും തരത്തിൽ ശാരീരികമായിട്ട് ആക്രമിക്കാമെന്നൊക്കെ എന്തെങ്കിലും ഒരു വ്യാമോഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്നതാണ് നല്ലത്. പഴയതുപോലെയല്ല നമ്മുടെ കുട്ടികളും ഞങ്ങൾ പറഞ്ഞാൽ കേട്ടോളൊന്നൊന്നുമില്ല അല്ലേ. കിട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ ആരും തയ്യാറല്ല. ആണോ? നമ്മൾ ആരും തയ്യാറല്ല. ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുതലും പലിശയും ചേർത്ത് തിരിച്ചു കൊടുക്കാൻ കഴിവുള്ള ഊർജ്ജസ്വലരായുള്ള കുട്ടികൾ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാരിന് ഈ തിരിച്ചടി കിട്ടിയത്? തിരിച്ചടി കിട്ടിയതിന് പുറകെ ഇവരുടെ ഞാൻ ഈ പരാജയം കഴിഞ്ഞ സമയത്ത് മറ്റേ ഹരീഷ് കണാറിന്റെ സ്കിറ്റിൽ പറയുന്ന പോലെയാണ്. ഇവരുടെ കരച്ചിന് കാണുമ്പോ എനിക്ക് തോന്നിപ്പോവാണ്, നിങ്ങൾ ജയിച്ചാൽ മതിയായിരുന്നു. എം.എം. മണി CPM നേതാക്കന്മാരൊക്കെ പറയുന്നത് ഞങ്ങൾ തരുന്ന പെൻഷൻ വാങ്ങി നക്കിയിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ആരെയാ പറയുന്നത്? ഈ നാട്ടിലെ പാവപ്പെട്ടവരെ, ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ അവഹേളിക്കുകയാണ്. എം.എം. മണിയുടെയും CPM പിണറായി വിജയന്റെയും വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് പോലെയാണ് പറയുന്നത്. ഈ ക്ഷേമ പെൻഷൻ CPM-മാരുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞങ്ങളുടെ മുതല് വാങ്ങി നക്കിയിട്ട് പിണറായി വിജയൻ തരുന്ന ക്ഷേമ പെൻഷൻ വാങ്ങി നക്കിയിട്ട് ഞങ്ങളെ ചതിച്ചു എന്നാണ് എം.എം. മണി പറഞ്ഞത്. ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് CPM-കാരാ നിന്റെ ഒന്നും ഔദാര്യമല്ല, മറിച്ച് അത് ഈ നാട്ടിലെ ദരിദ്ര ജനകോടികളുടെ അവകാശമാണ്. 2500 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവൻ വർഷം 10 കഴിഞ്ഞിട്ടും അത് നടപ്പാക്കാതെ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് 2000 ആക്കിയപ്പോ നിങ്ങൾ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ട് കേരളത്തിൽ പിണറായി വിജയൻ പറയുന്നിടത്ത് പോയി വോട്ട് ചെയ്യാൻ മാത്രം മണ്ടന്മാരും വിലക്കെടുക്കാൻ കഴിയുന്നവരുമാണ് കേരളത്തിലെ പ്രബുദ്ധ ജനത എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. എന്തൊക്കെയാ പറയുന്നത്? തെരഞ്ഞെടുപ്പ് തോറ്റതിനു ശേഷം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് CPM. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിലും അക്രമം അഴിച്ചുവിടുന്നു. വടകര ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു, പല സ്ഥലങ്ങളിലും കണ്ടു, കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു, മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഭ്രാന്ത് പിടിച്ച പോലെ നടക്കുന്നു CPM. കേസുകൾ എടുക്കുകയാണ്. എന്തിനെതിരെയാ കേസെടുക്കുന്നത്? പാരഡി പാട്ടിനെതിരെ കേസെടുക്കുക. ഇതിലും വലിയ ഗതികേട് സംഭവിക്കാനുണ്ട്. പോറ്റിയെ കയറ്റിയവൻ ആരപ്പ, സ്വർണം കെട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നൊരു പാരഡി പാട്ട് കുട്ടികൾ എഴുതി. ആ പാരഡി പാട്ട് കേരളത്തിലെ ജനഹൃദയങ്ങളിലേക്ക്, കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ആ പാട്ട് ചെലുത്തിയിട്ടുള്ള സ്വാധീനം കൊണ്ട് CPM ഭയന്നിരിക്കുകയാണ്. സ്വർണം കെട്ടവൻ ആരപ്പ എന്ന് ചോദിച്ചാൽ അത് സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നത് എന്താ തെറ്റുള്ളത്? സ്വർണം കെട്ടത് സഖാക്കളാണല്ലോ. ശബരിമല ശ്രീധർമ്മശാസ്താവിന് അയ്യപ്പ ഭക്തർ സമർപ്പിച്ച് സ്വർണം പോലും മോഷ്ടിച്ചെടുക്കാൻ മടിയില്ലാത്ത CPM-കാരൻ ഈ നാട്ടിലെ വേറെ ഏത് മുതലാണ് കക്കാൻ തയ്യാറാവാതിരിക്കാൻ ആലോചിക്കും. ദൈവത്തിന്റെ മുതൽ കക്കാൻ ഒരു മനസാക്ഷി കുത്തും ഇല്ലാത്തവൻ ഈ നാട്ടിലെ ഇനി ഏത് മുതലാ കക്കാൻ ബാക്കിയുണ്ടാവും? നിങ്ങൾ ആലോചിക്കണം. ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയി. അതിനുശേഷം എവിടുത്തെ മോഷ്ടിച്ചത്? കട്ടിളപ്പാളി ഇളക്കി അതും കൊണ്ടുപോയി. കട്ടിളപ്പാളി ഇളക്കി മോഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും ദരിദ്രവാസിയായിട്ടുള്ള കള്ളനായിരിക്കില്ലേ? വീടിനകത്തുള്ള സകല സാധനം മോഷ്ടിച്ചു കഴിഞ്ഞാലല്ലേ കട്ടിളപ്പാളി ഇളക്കുള്ളൂ. ശബരിമലയിലെ കട്ടിളപ്പാളി അടക്കം ഇളക്കി കൊണ്ടുപോയി, മോഷ്ടിച്ചു കൊണ്ടുപോയി. സ്വർണം അതൊന്ന് അടിച്ചു മാറ്റി. അവിടുത്തെ വിഗ്രഹങ്ങളടക്കം, പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം അവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഇത്തവണ ശബരിമലയിൽ പോയപ്പോ പ്രാർത്ഥിച്ചത്, അയ്യപ്പ നിന്നെ നീ തന്നെ കാത്തോളണേ എന്നാണ്. നിന്നെ നീ തന്നെ കാത്തോളണേ, വേറെ ആരുമില്ല. ഇത്രയും CCTV-കൾ വെച്ചിട്ടുണ്ട്. കമാൻഡ്, നിങ്ങൾക്കറിയാം ശബരിമലയിലെ സുരക്ഷ, CCTV-കൾ, കമാൻഡോ, കേരള പോലീസിന്റെ കമാൻഡോ സംഘം, കേന്ദ്രസേന, ഇതൊക്കെ കാവൽ നിൽക്കുന്നുണ്ട്.
ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ നടക്കുന്നു. ശബരിമലയിലെ സ്വർണം അടിച്ചെടുത്തു കൊണ്ടുപോയിട്ടുള്ള പിണറായി വിജയനെ കണ്ടാൽ, CPM-കാരെ കണ്ടാൽ ചാൾസ് ശോഭരാജ് വരെ വെറ്റിലയും ദക്ഷിണയും കൊടുത്ത് നമസ്കരിക്കും. അല്ലേ? ലോകത്തെ ഏറ്റവും വലിയ കള്ളന്മാരടക്കം, സ്മഗ്ലേഴ്സ് അടക്കം ഇവരെ കാൽക്കൽ തൊട്ട് നമസ്കരിക്കും. എങ്ങനെയാ നിങ്ങൾക്കത് കഴിഞ്ഞത്? ശബരിമലയിൽ നിന്ന് ഇതുപോലെ മോഷ്ടിച്ചെടുത്ത, വിശ്വാസത്തെ തകർത്ത, കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളെ ഹൃദയവികാരങ്ങളെ തകർത്തെറിഞ്ഞ ഒരു സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരം കേരളത്തിൽ അലയടിച്ചു. അപ്പോ അത് പ്രതിഫലിപ്പിച്ച പാരഡി പാട്ടിനെതിരെ കേസെടുത്തു, പാരഡി രചയിതാക്കൾക്കെതിരെ കേസെടുത്തു. അതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം എന്താ? CPM കണ്ടെത്തി ആ പാരഡി പാട്ട് എഴുതിയതും അതിന് പുറകിലുള്ളതും പാടിയതും മുസ്ലിം ചെറുപ്പക്കാരായി. നോക്കൂ, എത്ര വൃത്തികെട്ട രീതിയിലാണ് സംഘപരിവാറിനെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ആ വിഷയത്തെ വർഗീയവൽക്കരിക്കാനും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും CPM ശ്രമിച്ചത്. നിങ്ങൾക്കറിയാമോ, ഈ സ്വർണ്ണപ്പാളി വിഷയം വന്ന സമയത്ത് ആദ്യമായി പൊതുരംഗത്ത് ഈ വിഷയം ഉയർന്നു വന്നപ്പോ പത്തനംതിട്ടയിലെ ദേവസ്വം ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആ മാർച്ച് നടത്തിയതിന്റെ പേരിൽ പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് 10 ദിവസം ജയിലിൽ കിടന്നവനാണ്. ഞാൻ ജയിലിൽ കിടക്കുമ്പോ പത്തനംതിട്ടയിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി നേതൃത്വം ഒരു വലിയ പൊതുയോഗം നടത്തി. ആ പൊതുയോഗത്തിൽ CPM-ന്റെ ജില്ലാ നേതാക്കന്മാരെ പ്രസംഗിച്ച് എന്താ നിങ്ങൾക്കറിയാം? ബഹുമാനപ്പെട്ട CP കേൾക്കണം. പത്തനംതിട്ടയിൽ CPM-ന്റെ ജില്ലാ നേതൃത്വം പ്രസംഗിച്ചത് ദേവസ്വം ആപ്പീസ് എന്ന് പറയുന്നത് ക്ഷേത്രം പോലെ പരിശുദ്ധമാണ്. ആ ദേവസ്വം ആപ്പീസിലേക്ക് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വിളിച്ചുകൊണ്ടുവന്ന് ആ ദേവസ്വം ആപ്പീസ് തല്ലി തകർത്തത് സന്ദീപ് വാര്യരാണ് എന്നാണ് പ്രസംഗിച്ചത്. നിങ്ങൾ ആലോചിച്ചു, എന്ത് നികൃഷ്ടമായിട്ടുള്ള പ്രചരണമാണ്. ദേവസ്വം ആപ്പീസ് എന്ന് പറയുന്നത് ക്ഷേത്രം പോലെ പരിശുദ്ധമാണ്. അതെങ്ങനെയാ? ഈ കള്ളന്മാര് മുഴുവൻ കയറിയിരിക്കുന്ന ദേവസ്വം ആപ്പീസ് എങ്ങനെയാണ് ക്ഷേത്രം പോലെ പരിശുദ്ധമാവുന്നത്? എന്നിട്ട് അത് തല്ലി തകർക്കാൻ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൊണ്ടുവന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള നഹാസ് പത്തനംതിട്ടയെ പോലെ ഇപ്പോൾ അവിടെ പത്തനംതിട്ടയിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആരോൺ പനവേലിനെ പോലെയുള്ള ക്രൈസ്തവ വിശ്വാസികളും മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളും അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു എന്നുള്ളതിന്റെ പേരിൽ, അതിൽ ജയിലിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ പേരിൽ ദേവസ്വം ആഫീസിലേക്ക് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൊണ്ടുവന്ന് സന്ദീപ് വാര്യർ അക്രമം നടത്തിയെന്ന് പ്രസംഗിച്ച, ഇന്ത്യവും നികൃഷ്ടവുമായ രീതിയിൽ പ്രസംഗിച്ച അല്പന്മാരാണ് CPM-കാർ. ഇത് തന്നെയല്ലേ വർഷങ്ങൾക്ക് മുൻപ് ശബരിമലയിൽ ആചാരലംഘനം നടന്ന കാലത്ത് സംഭവിച്ചത്? ഓർമ്മയിലെ ആചാരലംഘനം നടന്ന കാലത്ത് കേരളത്തിൽ CPM ഒരു വനിതാ മതിൽ സംഘടിപ്പിച്ചു. സർക്കാർ സ്പോൺസേഡ് വനിതാ മതിൽ, നവോത്ഥാന സമിതിയായിരുന്നു. കേരളത്തിലെ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികൾ ഹൃദയവികാരം വ്രണപ്പെട്ട് അവരുടെ വിശ്വാസങ്ങൾ വ്രണപ്പെട്ടിരിക്കുന്ന സമയത്ത് നടത്തിയ വനിതാ മതിൽ എന്നൊക്കെ ഓർമ്മയുണ്ട്. ആ വനിതാ മതിലിൽ CPM കുറച്ച് വനിതാ സഖാക്കളെ കൊണ്ടുപോയി നിർത്തി. എങ്ങനെയാ? പർദ്ദയിടിപ്പിച്ചിട്ട്. എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ ഐഡിയ നോക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ഒരു സാധാരണ ഹിന്ദു വിശ്വാസിക്ക് തോന്നണം പർദ്ദയിട്ട മുസ്ലിം സ്ത്രീ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്യും. എന്നിട്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തെറ്റിക്കണം, ഭിന്നിപ്പിക്കണം. എന്നിട്ട് ഈ സമരം പൊളിക്കണം. യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസി, കേരളത്തിലെ ഇസ്ലാം മതവിശ്വാസി ശബരിമലയിൽ ആചാരലംഘനം നടക്കുമ്പോ അവിടെ തന്റെ സഹോദര സമുദായത്തിന്റെ വിശ്വാസങ്ങൾക്ക് മേൽ സർക്കാർ കടന്നു കയറുമ്പോ അവര് മുഴുവൻ ഇവിടുത്തെ പാവപ്പെട്ട അയ്യപ്പ വിശ്വാസിയുടെ അവന്റെ താല്പര്യങ്ങളൊപ്പമായിരുന്നു. ഒരു തർക്കമായത്തിൽ വേണ്ട. ഇവിടുത്തെ എല്ലാ മതേതര വിശ്വാസികളും അതേത് സമുദായത്തിൽപ്പെട്ടവരായിക്കോട്ടെ, അവര് മുഴുവൻ ശബരിമലയിൽ ഒരിക്കലും ആചാരലംഘനം നടക്കരുത് എന്ന് വിശ്വസിച്ചവരാണ്, അതിനെ പിന്തുണച്ചവരാണ്. പക്ഷെ അവിടെയും ഈ ഇടത് സർക്കാർ ശ്രമിച്ചത് എന്താ? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു, വർഗീയമായി ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. അതിൽ നിന്ന് ആ സമരത്തെ തകർക്കാൻ ശ്രമിച്ചു. അത് തന്നെയല്ലേ ഇപ്പോഴും സംഭവിച്ചത്.
പോറ്റിയെ കയറ്റിയത് ആരപ്പ, സ്വർണം കട്ടത് ആരപ്പ, അത് സഖാക്കളാണേ അയ്യപ്പ എന്ന് പാട്ടെഴുതിയത്, അത് പാടിയത് അത് മുസ്ലിങ്ങളായി പോയി എന്നുള്ളത് കൊണ്ട് സഖാക്കൾ അവർക്കെതിരെ കേസെടുത്തു. ഈ കേസെടുത്ത പിണറായി വിജയനും സംഘത്തിനും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എടോ അയ്യപ്പൻ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ പ്രതിരോധിക്കാൻ മുന്നിലുണ്ടാവേണ്ടത് വാവര് തന്നെയാണ്. അതാണ് ശബരിമലയുടെ ചരിത്രം. അങ്ങനെ 4 മുസ്ലിം ചെറുപ്പക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അത് ശബരിമലയുടെ പ്രത്യേകതയാണ്. ശബരിമല കേരളത്തിലെ രാജ്യത്തെ മതേതരത്വത്തിന്റെ പ്രതീകമാണ്, മതനിരപേക്ഷതയുടെ പ്രതീകമാണ്. ഞാനടക്കമുള്ളവർ ശബരിമലയിൽ പോകുമ്പോ എരുമേലിയിലെ വാവര് പള്ളിയുടെ മുന്നിൽ പോയി കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ശബരിമലയിൽ അയ്യപ്പ സന്നിധിക്ക് മുന്നിൽ വാവര് നടയുണ്ട്. അവിടെ ആ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് അതൊരു മതേതരത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ ഒരു വലിയ പ്രതീകമാണ്, ഒരു മിത്താണ്. മനോഹരമായ ഒരു കഥയായിരിക്കാം, മിത്തായിരിക്കാം. പക്ഷെ അത് കേരളത്തിന്റെ സംസ്കാരത്തെ, പാരമ്പര്യത്തെ വിളിച്ചോന്നതാ. അത് തകർക്കാൻ വേണ്ടി, ആ സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയാണ് CPM ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് ആർക്ക് വേണ്ടിയിട്ടാ? ഇത് ആരുടെ താല്പര്യ? ഇത് സംഘപരിവാറിന്റെ താല്പര്യമാണ്, ഇത് RSSന്റെ താല്പര്യമാണ്, ഇത് BJPയുടെ താല്പര്യമാണ്. അതിനുള്ള തിരിച്ചടിയല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? ഈ കാലഘട്ടത്തിൽ ഇവർ നടത്തിയിട്ടുള്ള 10 കൊല്ലക്കാലത്തിനുള്ളിൽ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഭരണത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? RSSന്റെ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബോളെ തൃശ്ശൂരിൽ വന്നപ്പോ അങ്ങോട്ട് ആരെയാ ദൂതനായി പറഞ്ഞു വിട്ടത്? സംസ്ഥാന സർക്കാരിലെ ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥൻ കാറ് മാറി കയറി പോവുകയാണ്. ആരാണ്? പിണറായി വിജയന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള അജിത് കുമാർ. RSSന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയുമായിട്ട് എന്തായിരുന്നു നിങ്ങളുടെ ഗൂഢാലോചന? എന്തായിരുന്നു? എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച? എന്തിനു വേണ്ടിയിട്ട് അജിത് കുമാറിനെ നിങ്ങൾ സംരക്ഷിച്ചത്? തൃശ്ശൂരിലെ പൂരം കലക്കണം, BJP കേരളത്തിൽ ഒരു രാഷ്ട്രീയ എൻട്രി കൊടുക്കണം. നമ്മൾ കണ്ടല്ലോ, തുടർന്ന് നടന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. കരിവന്നൂരടക്കമുള്ള വിഷയങ്ങളിൽ കോടാനുകോടി പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരിന്റെ, രക്തത്തിന്റെ, വിയർപ്പിന്റെ വില CPMന്റെ നേതാക്കന്മാർ അടിച്ചെടുത്തു കൊണ്ടുപോയപ്പോ, മോഷ്ടിച്ചെടുത്തു കൊണ്ടുപോയപ്പോ ആ കേസിൽ നിന്ന് CPM നേതാക്കന്മാരെ എങ്ങനെയാണ് നരേന്ദ്രമോദിയും സംഘവും രക്ഷപ്പെടുത്തിയത് എന്ന് നമ്മൾ കണ്ടല്ലോ. ഒരു CPM നേതാവ് പോലും അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. മറുവശത്ത് തൃശൂർ പൂരമടക്കം അലങ്കോലപ്പെടുത്തി, കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള തൃശൂർ പൂരമടക്കം അലങ്കോലപ്പെടുത്തി BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തൃശൂരിൽ സൃഷ്ടിച്ചു കൊടുത്തു. എങ്ങനെയൊക്കെ BJPയെ സഹായിക്കാൻ കഴിയുമോ അത് മുഴുവൻ ചെയ്തു കൊടുത്തു. സുരേഷ് ഗോപിക്കെതിരെ മുണ്ടിയാൽ കേസ്, തിരിഞ്ഞാൽ കേസ്. എന്തിനു വേണ്ടിയിട്ടാ? അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വികാരം സൃഷ്ടിക്കപ്പെടണം. അങ്ങനെ തൃശ്ശൂരിൽ BJPക്ക് ഒരു എൻട്രി ഉണ്ടാക്കി കൊടുത്തു. എല്ലായിടത്തും ഇതല്ലേ സംഭവിച്ചത്? ഏതേതൊക്കെ നിയമപരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്ത് RSSന്റെ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി നരേന്ദ്രമോദി തീരുമാനിച്ചോ അത് മുഴുവൻ BJPയുടെ മുഖ്യമന്ത്രിമാർ ചെയ്യുന്നതിനേക്കാൾ മുൻപന്തിയായി ചെയ്ത മുഖ്യമന്ത്രിയായിട്ട് പിണറായി മാറി. ഞാനിത് പറയുമ്പോ എനിക്ക് പട്ടാമ്പിയിലെ MLA കുറിച്ച് ഓർക്കുമ്പോ വലിയ വിഷമമുണ്ട്. ഇന്നിപ്പോ CPMന്റെ പാലക്കാട്ട് ഒരു നേതാവ് പറഞ്ഞത് CPIക്കാർ ഉത്തരം താങ്ങുന്ന പല്ലികളാണ്. ബിനോയ് വിശ്വം നട്ടലില്ലാത്ത നേതാവ്. ബിനോയ് വിശ്വം നട്ടലില്ലാത്ത നേതാവാണ്. CPIയുടെ ഇവിടുത്തെ MLA, പട്ടാമ്പിയിലെ MLA, അദ്ദേഹം വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്. എന്തായിരുന്നു ആ മുദ്രാവാക്യത്തിലൂടെയാണല്ലോ അദ്ദേഹത്തിന് പ്രശസ്തി കിട്ടിയത്? ആസാദി എന്ന മുദ്രാവാക്യമായിരുന്നു. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട മുസ്ലിനോട്, നിങ്ങൾ വിളിച്ച മുദ്രാവാക്യത്തോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ RSS നിന്ന് ആസാദി വേണം, സംഘപരിവാറിൽ നിന്ന് ആസാദി വേണം, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിന് ആസാദി വേണം എന്ന് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിം, ഇന്ന് നിങ്ങൾ ആ മുദ്രാവാക്യം എവിടെയാ വിളിക്കേണ്ടത്? നിങ്ങൾ പോയി വിളിക്കേണ്ടത് സെക്രട്ടേറിയറ്റിനുള്ളിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആഫീസിന് മുന്നിൽ പോയി വിളിക്കണം. RSS ഞങ്ങൾക്ക് ആസാദി വേണം, അല്ലേ?
ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ആസാദി വേണ്ടത് സംഘപരിവാറിന്റെ ഐഡിയോളജിയിൽ നിന്നും സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രമാണെങ്കിൽ ആ പ്രത്യയശാസ്ത്രം കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നു. മുഹ്സിനോട് ചോദിക്കണ്ട. മുഹ്സിന്റെ മന്ത്രി ഉണ്ടല്ലോ, നേതാവുണ്ടല്ലോ, രാജൻ. 2-ാം നമ്പർ കാറിൽ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തിരിക്കുന്ന രാജൻ, 2-ാം നമ്പർ കാറിൽ കേരളത്തിൽ മുഴുവൻ ഓടി നടക്കുന്ന രാജൻ, റവന്യൂ മന്ത്രി രാജൻ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, അല്ല മുഖ്യമന്ത്രി, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുമെന്ന് ചിലർ പറഞ്ഞു കേൾക്കുന്നു, അങ്ങനെ വല്ല തീരുമാനവും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ മുഖ്യമന്ത്രി രാജന്റെ ചോദ്യത്തിന് മറുപടി പോലും പറയാതെ തിരിഞ്ഞിരുന്ന് കളഞ്ഞു എന്നാണ് കിട്ടുന്നത്. CPI നേതാക്കന്മാർ പറഞ്ഞു, ബിനോയ് വിശ്വം അടക്കമുള്ളവർ പറഞ്ഞു, വഞ്ചനയാണ്, കൊടിയ ചതിയാണ് എന്ന് പറഞ്ഞു. വിശ്വാസവഞ്ചന കാണിച്ചു എന്നാണ് CPI പറഞ്ഞത്. CPIയോട് ആലോചിക്കാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു. മന്ത്രിസഭയിൽ നിന്ന് പോലും CPIക്കാരിൽ നിന്ന് മറച്ചുവെച്ചു എന്നാണ് പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ട്? 1500 കോടി ഉറുപ്പിക കേരളത്തിന് അമിത്ഷായുടെ കയ്യിൽ നിന്ന് കിട്ടും എന്ന ന്യായം പറഞ്ഞുകൊണ്ട്, മോദിയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് RSSന്റെ വിദ്യാഭ്യാസ അജണ്ട ഒളിച്ചു കടത്താനുള്ള PM ശ്രീ പദ്ധതിയിൽ, പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള PM ശ്രീ പദ്ധതിയിൽ പിണറായി പോയി ഒപ്പിട്ട് വന്നത്. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം, നിങ്ങൾക്ക് ഈ മുദ്രാവാക്യം, ആസാദി മുദ്രാവാക്യം ഒരിക്കൽ കൂടി ഉച്ചത്തിൽ ഈ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ഒന്ന് വിളിക്കാൻ ധൈര്യമുണ്ടാകും? ഞാൻ ഉറപ്പു പറയുന്നു, JNUവിൽ നിങ്ങൾ അന്ന് വിളിച്ച മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തെ നിങ്ങൾക്കെതിരെ കേസുകളെടുത്തപ്പോ അതിനെ പിന്തുണയ്ക്കാൻ വന്ന ഒരു നേതാവുണ്ട്, ഒരു പാർട്ടിയുണ്ട്. ആ നേതാവിന്റെ പേര് മറ്റൊന്നുമല്ലാതെ രാഹുൽ ഗാന്ധി എന്നാണ്. നിങ്ങളെ പിന്തുണയ്ക്കാൻ വന്ന പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. പക്ഷേ ഇന്ന് സംഘപരിവാറിന് മുന്നിൽ വിനീത വിധേയന്റെ ദാസ്യവേല എടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെ, ആ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഈ മുദ്രാവാക്യം നിങ്ങൾ വിളിച്ചാൽ ഒരു തർക്കവും സംശയവും വേണ്ട. കോഴിക്കോട്ടെ അലന്റെയും താഹയുടെയും പോലെ UAPA ചുമത്തി ആദ്യം ജയിലിൽ പോകേണ്ടി വരുന്നത് പ്രിയപ്പെട്ട മുസ്ലിം താങ്കളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇവിടെ പിണറായി വിജയനും സംഘവും ഇപ്പോൾ പിന്തുടരുന്നത് സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണ്. നരേന്ദ്രമോദി കൊടുക്കുന്ന ഉത്തരവുകളാണ് നടപ്പാക്കുന്നത്. നിങ്ങൾക്കതിനെ നേരിടാനുള്ള, അതിനെ ചെറുക്കാനുള്ള കരുത്ത് നിങ്ങളുടെ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, CPIക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മുസ്ലിം ഇന്ന് RSS വിധേയത്തെ കുറിച്ച്, PM ശ്രീ പദ്ധതിയെ കുറിച്ച്, പിണറായി വിജയൻ പിന്തുടരുന്ന നരേന്ദ്രമോദി ദാസ്യത്തെ കുറിച്ച് ഈ പട്ടാമ്പി അങ്ങാടിയിൽ എവിടെയെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? BJPയുമായി ഇവർ പുലർത്തുന്ന അന്തർധാരയെ കുറിച്ച് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പ്രതിഷേധം മുസ്ലിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതേതൊക്കെ കാര്യങ്ങളിലുണ്ടായി? പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതേതൊക്കെ കാര്യങ്ങളിലാണ് ഇവർ BJPയുമായി സഹകരിക്കാതിരുന്നത്? എവിടെയൊക്കെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കുമോ ആ സാധ്യതകൾ മുഴുവനും പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഒരു മഹാമാന്യം നടന്ന ഈ അടുത്ത ദിവസങ്ങളിൽ മുസ്ലിം സമുദായത്തിനെതിരായിട്ട് വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുമ്പോ എന്തിന് CPIക്കാരെ വരെ കുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പട്ടാമ്പിയുടെ MLA ഒരു വാക്ക് പറയാൻ തയ്യാറാവുന്നു? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി, ഞാൻ CPM ചോദിക്കാൻ ആഗ്രഹിക്കുക, പട്ടാമ്പിയിലെ സഖാക്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ മുസ്ലിം വിരുദ്ധത പറയുന്ന, സംഘപരിവാർ രാഷ്ട്രീയം പറയുന്ന ഒരുപാട് അവസരങ്ങളിൽ ഈ സംസ്ഥാനത്ത് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ച ആ വ്യക്തിയെ ഒന്ന് അപലപിക്കാൻ, നിങ്ങൾ അപലപിച്ചില്ലെങ്കിലും അയാളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കേണ്ടത്. എന്തേ നിങ്ങൾക്കതിന് കഴിയാതെ പോകുന്നു? എന്തുകൊണ്ട് മുഖ്യമന്ത്രി അങ്ങനെയുള്ള ആളുകളെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു? ഈ സമയത്തും അതിനെ തള്ളിപ്പറയാൻ അവർ തയ്യാറാകുന്നില്ല. എന്നിട്ട് അതേ ആളുടെ കയ്യിൽ നിന്ന് 3 ലക്ഷം റുപ്യ പിരിവ് വാങ്ങി CPIക്കാരൻ എന്നാണ് മൂപ്പര് തന്നെ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പ്രിയപ്പെട്ട പട്ടാമ്പിയുടെ MLA, താങ്കൾ ഉയർത്തിയ, ഒരു കാലത്ത് ഉച്ചത്തിൽ വിളിച്ച, ഈ രാജ്യമെമ്പാടും ആവേശത്തോടെ ഏറ്റുവാങ്ങിയ ആ ആസാദി മുദ്രാവാക്യത്തോടെ ഏതെങ്കിലും തരത്തിൽ
പ്രതിബദ്ധതയുണ്ടെങ്കിൽ പിണറായി വിജയൻ സർക്കാർ പിന്തുടരുന്ന CPM പിന്തുടരുന്ന ഈ RSS ദാസ്യവേലയ്ക്കെതിരായിട്ടുള്ള നിലപാടെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം, തുറന്നു പറയാൻ തയ്യാറാകണം. നിങ്ങളത് പറയാത്തത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോ പട്ടാമ്പിയിൽ നിന്ന് ഇനി കുറച്ച് RSSന്റെ വോട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അടുത്ത തവണ പട്ടാമ്പിയിൽ കടന്നുകൂടണമെങ്കിൽ RSSന്റെ സഹായം വേണ്ടി വരുമെന്ന് മൂപ്പർക്കറിയാം. അതുകൊണ്ടുള്ള ഒരു മൗനമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകണം, പിണറായി വിജയനെതിരായിട്ടുള്ള നിലപാട് പറയാൻ തയ്യാറാകണം. എന്തേ നിങ്ങൾ കഴിയാതെ പോകും? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഈ സംസ്ഥാനം കടന്നു ചെന്നുപെട്ടിട്ടുള്ള വലിയ പ്രതിസന്ധികളും വലിയ പ്രയാസങ്ങളും കഴിഞ്ഞ 2 ദിവസമായി ഞാനും പ്രിയപ്പെട്ട CPM അടക്കമുള്ള ആളുകൾ വയനാട്ടിലെ ബത്തേരിയിൽ നടക്കുന്ന KPCCയുടെ ലീഡേഴ്സ് സമ്മിറ്റിലായി. ആ മഹത്തായ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന, മുന്നോട്ട് വയ്ക്കുന്ന, ഇനി ചെയ്യാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ വെച്ച് ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തനം, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം കേവലം അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് കളയാനുള്ളതല്ല, മറിച്ച് നമ്മൾ 100 ദിവസത്തിനകം ഈ കേരളം ഭരിക്കാൻ പോകുന്ന മുന്നണിയാണ്. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയാനും, ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ച് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ പ്രവർത്തന പദ്ധതി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഒട്ടേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട്. കേരളത്തെ കടക്കണിയിലേക്കാക്കി തിരിച്ചു കയറാൻ സാധിക്കാത്ത പടുകുഴിയിലേക്ക് കേരളത്തിന് ധനകാര്യ സ്ഥിതിയെ തള്ളിവിട്ടുകൊണ്ടാണ് പിണറായി വിജയൻ പടിയിറങ്ങിപ്പോകാൻ പോകുന്നത്. പോകുന്ന സമയത്ത് അവസാനത്തെ കഴുക്കോലും ഊരിക്കൊണ്ടു പോകാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇടത് ഭരണകൂടവും തയ്യാറെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് മുന്നിലുള്ളത് ഒരു വലിയ ചലഞ്ചാണ്. കടത്തിലാണ്ടുപോയിട്ടുള്ള കേരളത്തെ നമുക്ക് തിരിച്ചെടുക്കേണ്ടതുണ്ട്. വീണ്ടും വികസനത്തിന്റെ പുതിയ പാന്താവിലേക്ക് കേരളത്തെ കൈപിടിച്ച് നടത്തേണ്ടതുണ്ട്. ഐക്യജനാധിപത്യത്തിനുള്ള സർക്കാരുകൾ കേരളം ഭരിച്ചപ്പോഴൊക്കെ കേരളത്തിലുണ്ടായിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച നമുക്ക് വീണ്ടും ആരംഭിക്കേണ്ടതുണ്ട്. കേരളത്തിൽ UDF മുഖ്യമന്ത്രിമാർ അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ മുഴുവൻ കേരളത്തിലുണ്ടായിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു മാതൃക നമുക്ക് വീണ്ടും പിന്തുടരേണ്ടതുണ്ട്. അതിന് കേരളത്തെ കടക്കണിയിൽ നിന്നും കൈപിടിച്ചുയർത്തേണ്ടതുണ്ട്. തൊഴിൽ തേടി അലയുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന യുവജനതയ്ക്ക് PSC റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിട്ടും ഈ 10 വർഷക്കാലം അവസരം നിഷേധിക്കപ്പെട്ട ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ യുവജനതയ്ക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് അവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇവിടെ ഗ്രാമപ്രദേശങ്ങളിലെ കർഷകരുൾപ്പെടെയുള്ളവരുടെ പ്രയാസങ്ങൾ, അത് പരിഹരിക്കാൻ വേണ്ട പദ്ധതികൾ നമ്മൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായും നമ്മുടെ മുന്നിൽ അതിനെല്ലാമുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ട്. എങ്ങനെയായിരിക്കണം ഭാവി കേരളം എന്ന് സംബന്ധിച്ച കൃത്യമായ ധാരണ, എങ്ങനെയായിരിക്കണം ഈ നാട് വികസിപ്പിക്കേണ്ടതെന്ന് സംബന്ധിച്ച കൃത്യമായ ധാരണ ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട്. സാമൂഹിക സേവന രംഗത്തു നിന്നും പിന്മാറിയ പിണറായി വിജയൻ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തിക്കൊണ്ട് ആ സാമൂഹിക സേവന രംഗത്തേക്ക് സർക്കാരിനെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. സാമൂഹിക സുരക്ഷാ രംഗത്തേക്ക് സർക്കാരിനെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇവിടുത്തെ പാവപ്പെട്ട ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് ഒരു ഹൃദ്രോഗം വന്നാൽ, ഒരു കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വന്നാൽ, ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയാസം വന്നാൽ, ഒരു രോഗം വന്നാൽ, അതല്ലെങ്കിൽ തങ്ങളെ കുട്ടികൾക്ക് ഏതെങ്കിലും അസുഖം വന്നാൽ ലക്ഷക്കണക്കിന് രൂപ ചികിത്സയ്ക്ക് ആവശ്യം വന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പറുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും പൊതുപ്രവർത്തകന്റെ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും വാങ്ങി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അരപ്പായ കടലാസിൽ ഒരു അപേക്ഷ കൊടുത്താൽ കൊടുത്ത അപേക്ഷയുടെ പുറകിൽ തന്നെ നിങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ട പണം ചികിത്സിക്കുന്ന ആശുപത്രിയുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചെന്ന ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു. ബഹുമാനായിട്ടുള്ള ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലം. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ നാട്ടിലെ പാവപ്പെട്ടവനൊരു ചികിത്സ വേണ്ടി വന്നാൽ ഈ വിളയൂരിലെ ഓട്ടോറിക്ഷക്കാരൻ ഒരു ദിവസത്തെ ഓട്ടം മുടക്കി ആ പൈസ കമ്മിറ്റിക്ക് കൊടുക്കണം.
ഇതിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകൾ, ആ ബസ്സുകളിലെ പണം, ഒരു ദിവസത്തെ വരുമാനം ഈ ചികിത്സാ കമ്മിറ്റിയുടെ സഹായ ഫണ്ടിലേക്ക് കൊടുക്കണം. ഈ നാട്ടിൽ അധ്വാനിക്കുന്നവർ, പാവപ്പെട്ടവർ, അവർ മുഴുവൻ അവരുടെ 1-2 ദിവസത്തെ വരുമാനം ഈ ചികിത്സാ ഫണ്ടിലേക്ക് കൊടുക്കണം. ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന പ്രവാസികൾ വാട്സപ്പിൽ സന്ദേശം കിട്ടുമ്പോ, പ്രിയപ്പെട്ടവർ വിളിച്ചു പറയുമ്പോ, ഞങ്ങളുടെ നാട്ടിലെ ഒരു പാവപ്പെട്ടവന് ചികിത്സയ്ക്ക് വേണ്ട പണമാണെന്ന് പറഞ്ഞ് അവിടെയും പിരിവ് നടത്തി അതിലേക്ക് പൈസ അയക്കും. എന്നിട്ടും പണം തികയാതെ വന്നാൽ ഈ നാട്ടിലെ പാവപ്പെട്ട പിഞ്ചു കുട്ടികൾ അവർക്ക് പോക്കറ്റ് മണിയായി കിട്ടിയ സംഖ്യ സ്വരൂപിച്ച് ഒരു ഹുണ്ടികയിൽ കാത്തു സൂക്ഷിച്ചത് അത് പൊട്ടിച്ച് ആ അങ്കിളിന്റെ ചികിത്സ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് അതിലേക്ക് സംഭാവന ചെയ്യുന്ന കാഴ്ചകൾ, ഹൃദയസ്പർശിയായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നു. സ്വന്തം സൈക്കിൾ വിറ്റ് അടുത്ത വീട്ടിലെ അങ്കിളിന്റെ ചികിത്സയ്ക്ക് സംഭാവന ചെയ്യുന്ന കൊച്ചുകുട്ടികളുടെ നാടാണ് നമ്മുടെ കേരളം. ഇപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? 10 വർഷക്കാലമായി ഈ നാട് ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറി. ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഒരു ചികിത്സ വേണ്ടി വന്നാൽ അതിന് പോലും സഹായിക്കാത്തൊരു ഗവൺമെന്റ്, ആ ഗവൺമെന്റായി പിണറായി സർക്കാർ മാറി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നാട്ടിലെ പാവപ്പെട്ടവനെ ചികിത്സിക്കാൻ, ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അത്യാഹിതം വന്നാൽ അവനെ സഹായിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ അത് കേരളത്തിൽ ഉണ്ടാകും. അടുത്ത 100 ദിവസം കഴിയുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോ ഞാൻ ഉറപ്പ് നൽകുന്നു, ഒരു പാവപ്പെട്ടവനും ചികിത്സയ്ക്ക് വേണ്ടി ഇനി മുതൽ കൈ നീട്ടേണ്ട അവസ്ഥ ഉണ്ടാകില്ല. ഏറ്റവും വലിയ ഭരണ കെടുകാര്യസ്ഥതയുടെ പ്രതീകങ്ങളായി മാറിയിട്ടുള്ള കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, കേരളത്തിലെ ആരോഗ്യരംഗം, തകർന്ന് തരിപ്പണമായ കേരളത്തിലെ ആരോഗ്യരംഗത്തെ നമ്മൾ കൈപിടിച്ചുയർത്തും. പാവപ്പെട്ടവന്റെ ആശാകേന്ദ്രമായി കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ നമ്മൾ വീണ്ടും മാറ്റും. കേരളത്തിലെ ആരോഗ്യ മേഖലയെ നമ്മൾ നവീകരിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നമ്മുടെ കുട്ടികൾ ഇന്ന് ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നു. കേരളത്തിലെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു, വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. നല്ല നല്ല തലച്ചോറുകൾ മുഴുവൻ നമുക്ക് നഷ്ടപ്പെടുന്നു. അവർക്ക് മുഴുവൻ കേരളത്തിൽ തന്നെ പഠിക്കാൻ ആവശ്യമായ പുതിയ കോഴ്സുകൾ, കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള കോഴ്സുകൾ കേരളത്തിലെ സർവകലാശാലകളിൽ നമ്മൾ തുടങ്ങും. ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം കേരളത്തിലെ യുവതലമുറയ്ക്ക് നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്ന ഭാവനാത്മകമായിട്ടുള്ള ഒരു സർക്കാരായിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റം കാഴ്ചവെച്ച ഒരു സർക്കാരായിരുന്നു നേരത്തെ കേരളം ഭരിച്ചിരുന്ന UDF സർക്കാർ. നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി BK ഇബ്രാഹിം, അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ സ്മരണകൾ അർപ്പിക്കുകയാണ്, ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പേരിലാണ് അദ്ദേഹത്തിന് ഏറെ പഴികൾ കണ്ടിരുന്നത്. പാലാരിവട്ടം പാലം ഓർമ്മയുണ്ടാകും. ആ പാലത്തിൽ ഒരു ഓട്ട വീണപ്പോഴേക്ക് എന്തൊരു പുകിലായിരുന്നു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. ദേശീയപാതയിലുള്ള പാലാരിവട്ടം പാലത്തിൽ ഒരു ഓട്ട വീണപ്പോഴേക്ക് BK ഇബ്രാഹിം ജയിലിൽ പോയിട്ട് ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് റിയാസ് ആജീവനാന്തം ജയിലിൽ നിന്ന് പുറത്തു വരാൻ പാടുണ്ടോ? ദേശീയപാത കേരളത്തിൽ ഏത് ജില്ലയിലാണ് അപ്പൊ തകരാത്തതുള്ളത്? എന്തൊരവകാശവാദമായിരുന്നു അല്ലേ? ഒരു സ്ഥലത്ത് എന്റെ പഴയ പാർട്ടിക്കാർ ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്, മോദിയുടെ ഗ്യാരണ്ടിയാണ്, മോദിയുടെ ഗ്യാരണ്ടിയാണ്. മറുവശത്ത് ഇത് പിണറായിയുടെ കരുതലാണ്, പിണറായിയുടെ കരുതലാണ്, പിണറായിയുടെ വല്ലാത്ത തള്ളായിരുന്നല്ലോ. മുഹമ്മദ് റിയാസ് എല്ലാ ദിവസവും പുട്ടിന് പീര ഇടുന്നത് പോലെ റീൽസ് ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, വൈകിട്ടൊന്ന് മരുന്ന് കഴിക്കുന്നത് പോലെ റീൽസ് ആയിരുന്നു. ദേശീയപാത രാവിലെ പോയി മാഹി ബൈപ്പാസിനുള്ളിൽ നിന്ന് ടീഷർട്ടും അതുപോലെ തന്നെ ട്രാക്ക് സ്യൂട്ടും ഇട്ട് റീൽസ് ഇടുന്നു. ഉച്ചയ്ക്ക് വേറെ ഷർട്ട് ഇടുന്നു, വൈകിട്ട് വേറെ ഷർട്ട് ഇടുന്നു. 2435 പുതിയ ഷർട്ട് റീൽസ് ഇടാൻ വേണ്ടി വാങ്ങി മുഹമ്മദ് റിയാസ് എന്നാ പറയുന്നത്. റീൽസ് ഇടാൻ വേണ്ടി മാത്രം. അങ്ങനെ മുഹമ്മദ് റിയാസ് ഇങ്ങനെ 3 നേരവും റീൽസ് നടക്കുമ്പോഴാണ് മലപ്പുറം ജില്ലയില് കൂരിയാട്, നമ്മുടെ റിയാസിന്റെ ഒക്കെ നാട്ടിലെത്തി അല്ലെ, അവിടെ ദേശീയപാത തവിടുപൊടിയായിട്ട് വീഴുന്നു. ദേശീയപാത തകർന്നു വീഴുന്നതിന് മുമ്പ് വരെ ദേശീയപാതയ്ക്ക് 2 പാപ്പാരായിരുന്നു. പൊളിഞ്ഞു കഴിഞ്ഞപ്പോ ദേശീയപാത എത്തി.
അതിനിപ്പോ വാപ്പാരില്ല, മോദിയില്ല, പിണറായി ഇല്ല. കുറ്റം മുഴുവൻ ഏരിയാട്ടെ കൂരിയാട്ടെ 7ാം വാർഡിലെ UDF മെമ്പർ അല്ലെ ജമീലത്ത് ലീഗിന്റെ മെമ്പറാ. 36 കുറ്റാന്നാ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏത് ജില്ലയിലാണ് ദേശീയപാത തകരാത്തുള്ളത്? സമ്പൂർണ്ണമായി തകർന്നു. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയായി ദേശീയപാത വികസനം മാറി. എന്നാലും UDF പറഞ്ഞു കേരളത്തിൽ വികസനം വരണം. UDF ഭരിക്കുമ്പോ മുനീർ സാഹിബ് PWD മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് എക്സ്പ്രസ് ഹൈവേ വിഭാവനം ചെയ്തപ്പോ ഇപ്പുറത്തെ പറമ്പിൽ നിന്ന് ഇപ്പുറത്തെ തൊഴുത്തിലെ പശുവിനെ അപ്പുറത്തെ പറമ്പിൽ പുല്ല് തീറ്റിക്കാൻ കൊണ്ടുപോകാൻ ഗോപാലേട്ടന് പറ്റില്ല എന്ന് പറഞ്ഞ് അതിനെതിരെ പ്രതിഷേധിച്ചവരാണ് CPM. എന്നിട്ടിപ്പോ പിണറായി പറയുന്നത് ഇത് മുഴുവൻ മൂപ്പരെ ക്രെഡിറ്റ് ആണെന്നാ പറയുന്നത്. 2ാം UPA സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി നടപ്പാക്കിയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള നിയമനിർമ്മാണം ഉണ്ടായിരുന്നില്ലെങ്കിൽ പിണറായി വിജയനല്ല, ഇനിയിപ്പോ അതിലപ്പുറം ആര് വിചാരിച്ചാലും ഈ ദേശീയപാത വികസനം നടക്കില്ലായിരുന്നു. പുതിയ നിയമനിർമ്മാണം കാരണമാണ് ഭൂമി ഏറ്റെടുക്കാൻ കഴിയുന്നത്. വലിയ പ്രക്ഷോഭം അതിനു മുൻപേ ഉണ്ടായിരുന്നല്ലോ. ആവശ്യത്തിന് നഷ്ടപരിഹാരം കിട്ടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ആ സാഹചര്യത്തെ മാറ്റിയത് UPA സർക്കാരായിരുന്നു, മൻമോഹൻ സിംഗ് സർക്കാരായിരുന്നു. എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് ഇവരടിച്ചെടുക്കാൻ നോക്കും. ഞാൻ പറഞ്ഞിരുന്ന അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കേരളത്തിൽ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം. 10 പേർക്കെങ്കിലും തൊഴിലെടുക്കുന്ന 3 സ്ഥാപനം എവിടെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പറയുകയാണ് 3 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങി. അത് ലിസ്റ്റ് മുമ്പിൽ പുറത്തിറക്കി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സംരംഭങ്ങൾ തുടങ്ങാനുള്ള പിന്തുണയും എല്ലാ സഹായവും നൽകുന്ന സർക്കാരായിരിക്കും UDF സർക്കാർ. ഒരു തർക്കവും സംശയവും വേണ്ട. UDF ഇക്കാര്യം പറയുമ്പോ അത് പറയുന്നത് ചരിത്രത്തിന്റെ പിൻബലത്തിൽ നിന്നുകൂടിയാണ്. കേരളത്തിൽ ഇന്ന് കാണുന്ന കണ്ണായ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തിയത് ഐക്യ ജനാധിപത്യ മുന്നണിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. എണ്ണി എണ്ണി പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് സാധിക്കും. കണ്ണൂർ എയർപോർട്ട് ഉമ്മൻചാണ്ടി സർക്കാർ, കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലകൾ മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിവിധ സർക്കാരുകൾ, കോഴിക്കോട് എയർപോർട്ട്, നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം. ഓർമ്മയിലെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഒരു വിമാനം പറന്നു പോകണമെങ്കിൽ അതെന്റെ മൃതദേഹത്തിന് മുന്നിലൂടെയായിരിക്കണം എന്ന് പ്രസംഗിച്ച ഒരു CPM നേതാവ് ഉണ്ടായിരുന്നു, ശർമ്മ. പിന്നീട് അദ്ദേഹം തന്നെ ആ എയർപോർട്ട് വികസന സമിതിയുടെ ചെയർമാനായി. ആലോചിക്കണം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണം, കൊച്ചിയിലെ പോർട്ട്, വിഴിഞ്ഞം അന്താരാഷ്ട്ര സീപോർട്ട്, ഇതെല്ലാം UDF സർക്കാരുകളുടെ സംഭാവനയാണ്. കേരളത്തിലെ IT പാർക്കുകൾ, തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക്, കൊച്ചിയിലെ നമ്മുടെ പാർക്ക് അടക്കമുള്ള സോഫ്റ്റ്വെയർ പാർക്ക് അടക്കമുള്ള ആ സംരംഭങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന ട്രാക്ക് റെക്കോർഡ് കൈവശം വെച്ചുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളോട് UDF പറയുന്നത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലം എന്താണോ പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ ചെയ്തത് അതിനെ മുഴുവൻ തിരുത്തിക്കൊണ്ട് കേരളത്തിനെ പുതിയ ട്രാക്കിലേക്ക് എത്തിക്കും, വികസനത്തിന്റെ ട്രാക്കിലേക്ക് എത്തിക്കും. അതിനുവേണ്ടിയുള്ള മാൻഡേറ്റാണ് കേരളത്തിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നൽകാൻ പോകുന്നത്. ചരിത്രപരമായിട്ടൊരു വിജയം, 100 സീറ്റിലധികം നേടിക്കൊണ്ട് 3 മാസങ്ങൾക്കകം ഒരു കൊടുങ്കാറ്റ് പോലെ UDF കേരളത്തിലെ അധികാരത്തിലേക്ക് തിരിച്ചെത്തും. 100ലധികം സീറ്റുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു സംശയവും വേണ്ട, അതിലൊരു സീറ്റ് ഒരിക്കൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ സീറ്റായിരുന്ന പട്ടാമ്പി സീറ്റായിരിക്കും എന്നുള്ള കാര്യവും സംശയിക്കേണ്ട. ഞാനേറെ ദീർഘിപ്പിക്കുന്നില്ല. ഈ കേരളത്തിൽ അതുകൂടി പറയാതെ പോയാൽ എനിക്ക് പ്രയാസമുണ്ടാവും. അതുകൊണ്ടാണ് BJP-ക്കാര് പറയുന്നത് വലിയ മുന്നേറ്റം ഉണ്ടാക്കി. എവിടെ മുന്നേറി എന്നാ പറയുന്നത്? കഴിഞ്ഞ ഇലക്ഷനിൽ 17% വോട്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ 13% 4-5% വോട്ട് പുറകോട്ട് പോയി. കയ്യിലുണ്ടായിരുന്ന 12 മുനിസിപ്പാലിറ്റി പോയി. പാലക്കാട്ട് ഭൂരിപക്ഷം പോയി. തൃശൂരെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നവർ കനത്ത പരാജയം തൃശൂർ ജില്ലയിൽ വെച്ച് വാങ്ങി. ആകപ്പാടെ ആശ്വസിക്കാൻ കിട്ടിയതൊരു തിരുവനന്തപുരം. അത് വെച്ചുകൊണ്ട് നാണം മറച്ചുകൊണ്ട് പറയാണ് എന്തോ വലിയ നേട്ടം ഉണ്ടാക്കി. ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി, അത് തൃശ്ശൂരിൽ പറ്റിയ അബദ്ധം. തൃശ്ശൂരിൽ അബദ്ധം പറ്റിയ തൃശ്ശൂരിലെ ജനത അത് തിരുത്തി. തൃശ്ശൂരിലെ MP എവിടേക്ക് പോയി കലിംഗ് സംവാദം നടത്തിയോ ആ കലിംഗ് സംവാദം നടത്തിയ 90% സ്ഥലങ്ങളിൽ BJP തോറ്റു.
എവിടെയൊക്കെ അദ്ദേഹം പോയോ ആ സ്ഥലങ്ങളിൽ മുഴുവൻ അവർ പരാജയപ്പെട്ടു. കേരളത്തിലെ ജനങ്ങൾക്ക് BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന്റെ പൊള്ളത്തരം ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷൻ അറിയില്ല, നിങ്ങൾക്ക് ഭരണ നൈപുണ്യമില്ല, നിങ്ങൾക്കാകെ അറിയാവുന്നത് സമൂഹത്തിൽ ഭിന്നിപ്പും വിദ്വേഷവും ഉണ്ടാക്കലാണെന്ന് തൃശ്ശൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ ഫലമാണ് അവിടെ നിങ്ങൾക്ക് കിട്ടിയുള്ള തിരിച്ചടി. തിരുവനന്തപുരത്തും ആ തിരിച്ചടി ഏറെ വൈകാതെ നിങ്ങൾക്ക് കിട്ടും. നോക്കൂ, തൃശ്ശൂരിൽ BJPയുടെ മുന്നേറ്റത്തെ തടഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. പക്ഷെ ആ മുന്നേറ്റത്തെ തിരുവനന്തപുരത്ത് തടയാൻ ബാധ്യതയുണ്ടായിരുന്ന CPM എന്താ തിരുവനന്തപുരത്ത് ചെയ്തത്? BJPയുടെ വിജയത്തിന് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, സഹായം ചെയ്തു. ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. കേരളം BJPയുടെയും RSSന്റെയും രാഷ്ട്രീയം, ആ രാഷ്ട്രീയം കേരളത്തിലേക്ക് ഒളിച്ചു കിടക്കുന്ന പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നു. മതനിരപേക്ഷതയുടെ രാഷ്ട്രീയത്തിന്, സാമൂഹിക സമരസതയുടെ രാഷ്ട്രീയത്തിന്, ഐക്യത്തിന്റെ രാഷ്ട്രീയത്തിന്, സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിന്, രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിന് കേരളത്തിലെ ജനങ്ങൾ 100 ദിവസത്തിനകം തുല്യം ചേർത്താൻ പോവുകയാണ്, പിന്തുണ കൊടുക്കാൻ പോവുകയാണ്. ആ വലിയ മുന്നേറ്റത്തിൽ പങ്കാളികളാവാൻ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ പിന്തുണ ഏറ്റുവാങ്ങി വിജയിച്ചു വന്ന ഈ വിളയൂർ പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾക്കും എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്. അവരോട് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയ ഉത്തരവാദിത്തം അത് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ സ്വപ്നങ്ങൾക്ക്, അവരുടെ പ്രതീക്ഷകൾക്കൊപ്പം നിന്നുകൊണ്ട്, അവരുടെ പ്രയാസങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് എന്താണോ CPMകാർക്ക് സംഭവിച്ച അബദ്ധം, അഹങ്കാരികളായി മാറിയ CPM നേതൃത്വത്തിന് സംഭവിച്ച അബദ്ധം, അതൊരിക്കലും നമുക്ക് പറ്റരുത് എന്ന് സർവേശ്വരനോട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ CPMകാരെ ഒരു മാതൃകയാക്കി എടുക്കുക. എന്തിനാണെന്നറിയോ? എന്തിനാ CPMമാരെ മാതൃകയാക്കേണ്ടത്? ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കരുത് എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ CPMന്റെ നേതാക്കന്മാരെ എടുക്കണം. എന്നിട്ട് ഓരോ ദിവസവും പറയണം, ഞാൻ ഇവരെ പോലെയാകില്ല, ഞാൻ ഇവരെ പോലെയാകില്ല, ഞാൻ ഇവരെ പോലെയാകില്ല. എന്നിട്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കണം. ജനങ്ങൾക്കൊപ്പം നിന്ന് അവരിൽ ഒരാളായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF.